നമസ്കാരം. 1774 ജൂലൈ 2 പസഫിക്കിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന HMS റെസൊല്യൂഷൻ എന്ന കപ്പൽ അതുവരെയും ചാർട്ടർ ചെയ്യപ്പെടാത്ത ഒരു ദ്വീപിന്റെ അരികിൽ എത്തിച്ചേർന്നു. 112 പേരുണ്ടായിരുന്ന ആ കപ്പലിന്റെ കപ്പിത്താൻ സാക്ഷാൽ ജെയിംസ് കുക്ക് ആയിരുന്നു. പിറ്റേ ദിവസം ജൂലൈ 3 ഞായറാഴ്ച ഏതാണ്ട് 20-ൽ താഴെ ആളുകളെ ക്യാപ്റ്റൻ കുക്ക് ആ ദ്വീപിലേക്ക് പറഞ്ഞയച്ചു. എന്നാൽ ദ്വീപിലിറങ്ങിയ അവരെ വരവേറ്റത് കുന്തങ്ങളും വടികളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ദ്വീപ് നിവാസികളാണ്. അവരെ മയപ്പെടുത്തുവാനായിട്ട് നാവികര് കുറച്ച് കത്തികളും മറ്റ് സമ്മാനങ്ങളും തീരത്ത് അവർ കാണുന്ന രീതിയിൽ വെച്ചെങ്കിലും അവർ അതിനോടൊന്നും താല്പര്യം കാണിച്ചില്ല. എന്നാൽ നാവികരെ കണ്ട് ഭയന്ന അവർ പെട്ടെന്ന് തന്നെ തീരത്ത് നിന്നും മടങ്ങുകയും ചെയ്തു. ഏതാണ്ട് 1100 ഏക്കർ വിസ്താരമുണ്ടായിരുന്ന ആ ദ്വീപിന് ചുറ്റിനും വൃത്താകൃതിയിൽ കോട്ട പോലെ ഉയർന്നു നിൽക്കുന്ന പവിഴപ്പുറ്റുകളും ഉണ്ടായിരുന്നു. ആ പവിഴപ്പുറ്റുകളിൽ 100 കണക്കിന് കടലാമകളെ കണ്ട ക്യാപ്റ്റൻ ജെയിംസ് കുക്ക് ആ ദ്വീപിന് ടർട്ടിൽ ഐലൻഡ് എന്ന് പേരിട്ടു. എന്നിട്ട് അദ്ദേഹം തൻ്റെ മാപ്പിലേക്ക് ആ ദ്വീപിനെ ചേർത്തു. അതിനുശേഷം അവിടെ നിന്നും മടങ്ങുകയും ചെയ്തു. 1774 കുക്ക് കണ്ടെത്തിയ ടർട്ടിൽ ഐലൻഡിൻ്റെ ഇന്നത്തെ പേര് ബട്ടോവ എന്നാണ്. വട്ടോവ എന്ന് എഴുതിയിട്ട് ബട്ടോവ എന്നാണ് വായിക്കുക. റിപ്പബ്ലിക് ഓഫ് ഫിജി ഐലൻഡ്സ് എന്ന ദ്വീപ് രാജ്യത്തിൻ്റെ ഭാഗമാണ് ബട്ടോവ. ഫിജി ദ്വീപുകളിൽ ക്യാപ്റ്റൻ കുക്ക് സന്ദർശിച്ച ഒരേ ഒരു ദ്വീപാണ് ഈ ബട്ടോവ. സീ ലെവലിൽ നിന്നും വെറും 50 മീറ്റർ മാത്രം ഉയർന്നു നിൽക്കുന്ന ഈ ദ്വീപ് നാവികരുടെ കണ്ണിൽ പെടുവാനുള്ള സാധ്യത വളരെ കുറവാണ്. കുക്ക് എത്തിയപ്പോഴും ഇപ്പോഴും ഈ ദ്വീപിൽ ആകെ ഒരേ ഒരു ഗ്രാമം മാത്രമാണ് ഉള്ളത്. ഇപ്പോഴേതാണ്ട് 300ഓളം ആളുകൾ അവിടെ ജീവിക്കുന്നുണ്ട്. എന്നാൽ താൻ പുതുതായിട്ട് കണ്ടെത്തിയ ദ്വീപ് പിന്നീട് അങ്ങോട്ട് ഒട്ടനവധി സംഭവങ്ങൾക്ക് വേദിയാകുമെന്ന് കുക്ക് ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ജെയിംസ് കുക്ക് വന്നു പോയതിന് 51 വർഷങ്ങൾക്ക് ശേഷം ആ ദ്വീപിലേക്ക് നാം ഒരിക്കൽ കൂടി പോവുകയാണ്. ഒയിനോ എന്ന തിമിംഗലവേട്ട കപ്പലിലാണ് ഇപ്രാവശ്യം നാം ബട്ടോവയിലേക്ക് പോകുന്നത്. പക്ഷേ ജെയിംസ് കുക്കിനുണ്ടായ അനുഭവമായിരുന്നില്ല ഒയിനോ എന്ന ആ കപ്പലിലെ നാവികരെ കാത്തിരുന്നത്. വെൽക്കം ബാക്ക് ടു ഹിസ്റ്ററീസ്. നമ്മുടെ ചാനലിൽ പറയുന്ന ചരിത്ര സംഭവങ്ങൾ എവിടെയാണ് എപ്പോഴാണ് നമുക്ക് ഉപകാരപ്പെടുക? തീർച്ചയായും പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് ഇതൊക്കെ നമുക്ക് പ്രയോജനം ചെയ്യുക. എല്ലാ വിഷമഘട്ടങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകണമെന്നില്ല. എങ്കിലും പ്രതിസന്ധികളിലൂടെ കടന്നുപോയവരുടെ അനുഭവങ്ങൾ, അവർ അതിനെ നേടുവാനായിട്ട് സ്വീകരിച്ചിരിക്കുന്ന മാർഗങ്ങൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയോജനം ചെയ്യും. പക്ഷേ തടുക്കുവാൻ കഴിയാത്ത രീതിയിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും ബാധിക്കുന്ന ചില പ്രതിസന്ധികളുണ്ട്. പ്രത്യേകിച്ച് പ്രവാസികളായി ജോലി ചെയ്യുന്നവരുടെ കാര്യമാണെങ്കിൽ, അവർ നിർഭാഗ്യവശാൽ പെട്ടെന്ന് മരണപ്പെടുകയാണെങ്കിൽ തങ്ങളുടെ കുടുംബം പിന്നീട് അങ്ങോട്ട് എങ്ങനെ ജീവിക്കുമെന്ന കാര്യം തീർച്ചയായും ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കഥാപാത്രങ്ങളിൽ ഒരാൾ പോലും പ്രതിസന്ധികളിൽ അകപ്പെടുവാൻ വേണ്ടിയിട്ട് തന്നെ ആ പാത സ്വീകരിച്ചവരല്ല. ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നു ചേരുന്നതാണ്. അതിനാൽ മരണം പോലെ ഒരു പ്രതിസന്ധിയെ നേടുവാനായിട്ട് ഏറ്റവും നല്ലത് ഒരു ടേം ഇൻഷുറൻസ് ഉണ്ടായിരിക്കുക എന്നതാണ്. പ്രവാസികൾക്ക് ഇപ്പോൾ ചെലവ് കുറവിൽ NRE ടേം ഇൻഷുറൻസുകൾ നാട്ടിൽ അവൈലബിൾ ആണ്. മാസം 679 രൂപ പ്രീമിയത്തിൽ തുടങ്ങുന്ന 2 കോടി വരെ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ ലഭ്യമാണ്. പുറത്തുനിന്ന് എടുക്കുന്നതിനേക്കാൾ 30-50% വരെ കുറവ് ചിലവിൽ നാട്ടിൽ നിന്ന് ടേം ഇൻഷുറൻസ് എടുക്കുവാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട്. ചരിത്ര കഥകൾ നമ്മൾ കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. ജീവിതത്തിൽ അത് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് ചിന്തിക്കേണ്ട സമയമാണ് ഇപ്പോൾ. ഇത് കാണുന്ന പ്രവാസികൾക്ക് ആർക്കെങ്കിലും NRE ടേം ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഇന്ത്യയിലെ മികച്ച കമ്പനികളെ താരതമ്യം ചെയ്ത് ഒരെണ്ണം ഇപ്പോൾ തന്നെ എടുത്തു വെക്കുക. ഇനി ക്ലെയിമിന്റെ ആവശ്യം വന്നാൽ നിങ്ങളുടെ നാട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സിന് അവരുടെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മാത്രം മതി. എല്ലാവിധ സഹായങ്ങളും ഈ പോളിസി എടുത്ത സ്ഥലത്തുനിന്ന് തന്നെ ലഭിക്കും. എനിക്കിതൊന്നും സംഭവിക്കില്ല എന്ന് കരുതിയിരുന്നവരുടെ കുടുംബം പിന്നീട് വളരെ വലിയ ദുരന്തങ്ങളിലേക്ക് പോയ അനുഭവങ്ങൾ നമുക്ക് ചുറ്റും ഒട്ടനവധിയുണ്ട്. നിങ്ങൾക്കും അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. നമ്മുടെ ജീവിതത്തിൽ അത്തരമൊന്നും സംഭവിക്കാതിരിക്കാനുള്ള പ്രൊട്ടക്ഷനായിട്ട് ഇതിനെ കാണുക. ക്യാൻസർ പോലുള്ള ഗുരുതര രോഗമോ അപകടത്തിൽ അംഗവൈകല്യമോ ഒക്കെ സംഭവിച്ചാലും വലിയ കവറേജ് കിട്ടുന്ന രീതിയിലുള്ള ടേം ഇൻഷുറൻസുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതെല്ലാം നോക്കി നിങ്ങൾക്ക് യോജിക്കുന്ന NRE ടേം പ്ലാൻ എടുക്കാനുള്ള ലിങ്കാണ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലും മതി. ഇത് മാറ്റിവെക്കേണ്ട കാര്യമല്ല, ഇപ്പോൾ തന്നെ ചെയ്യേണ്ട ഒന്നാണ്. 1824 നവംബർ 4 അമേരിക്കയിലെ നൻഡക്കറ്റ് ദ്വീപിൽ നിന്നും ഒയിനോ എന്ന തിമിംഗലവേട്ട കപ്പൽ യാത്രയാകുകയാണ്. ക്യാപ്റ്റൻ സാമുവേൽ റിഡൽ ആണ് കപ്പിത്താൻ. ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റി ന്യൂസിലൻഡ് ലക്ഷ്യമാക്കിയിട്ടാണ് ഒയിനോ പോകുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ശേഷം പസഫിക്കിലെത്തുക എന്നതും യാത്രയുടെ ലക്ഷ്യമാണ്. ഏതാണ്ട് 20ഓളം നാവികരാണ് കപ്പലിൽ ഉള്ളത്. പോകുന്ന വഴി തിമിംഗലങ്ങളെ വേട്ടയാടി കഴിയുന്നത്ര എണ്ണ സംഭരിക്കുക എന്നതാണ് ക്യാപ്റ്റന്റെ ദൗത്യം. ഡിസംബർ 10 അവർ ഭൂമധ്യരേഖ മറികടന്നു. 16-ാം തീയതി ആയതോടെ അറ്റ്ലാന്റിക്കിൽ തിമിംഗലങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അതോടുകൂടി ബോട്ടുകൾ ഇറക്കി അവർ തിമിംഗല വേട്ട ആരംഭിച്ചു. പിടികൂടിയ 3 എണ്ണത്തിൽ നിന്നും 45 ബാരൽ എണ്ണയാണ് അവർക്ക് കിട്ടിയത്.
എന്നാൽ 20-ാം തീയതി അവർക്ക് മറ്റൊരു വലിയ തിമിംഗലത്തെ പിടികൂടാനായിട്ട് സാധിച്ചു. ഇതിൽ നിന്ന് മാത്രം 55 ബാരൽ എണ്ണയാണ് അവർക്ക് ലഭിച്ചത്. ഇതിനുശേഷം അവർ ഗുഡ് ഹോപ്പ് മറികടക്കുകയും ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ന്യൂസിലൻഡ് ലക്ഷ്യമാക്കിയിട്ട് യാത്ര തുടരുകയും ചെയ്തു. 1825 മാർച്ച് 17-ന് വലിയൊരു തിമിംഗല കൂട്ടം തന്നെ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇതിൽ 4 പിടികൂടിയ അവർക്ക് വീണ്ടും 50 ബാരൽ എണ്ണ കൂടി ലഭിച്ചു. അവസാനം മാർച്ച് 20-ന് അവർ ബേ ഓഫ് ഐലൻഡ്സിൽ എത്തിച്ചേർന്നു. ന്യൂസിലൻഡിലെ നോർത്ത് ഐലൻഡിലെ ഒരു ഉൾക്കടലാണ് ഈ ബേ ഓഫ് ഐലൻഡ്സ്. പര്യവേഷകരും സീൽ തിമിംഗല വേട്ടക്കാരും ഒക്കെ ന്യൂസിലൻഡിൽ ആദ്യമായിട്ട് സെറ്റിൽ ചെയ്തത് ഇവിടെയാണ്. 144ഓളം ചെറു ദ്വീപുകളാണ് ഇവിടെയുള്ളത്. അക്കാലത്ത് ഈ വഴി പോകുന്ന ഇത്തരം കപ്പലുകളെല്ലാം തന്നെയും ബേ ഓഫ് ഐലൻഡ്സിൽ എത്തിയ ശേഷമാണ് യാത്ര പുനരാരംഭിക്കുക. എന്നാൽ ഇവിടെ വെച്ച് കരയിലിറങ്ങിയ ഒയിനോയിലെ 2 നാവികർ പിന്നീട് തിരികെ വന്നില്ല. അക്കാലത്ത് ഇത്തരം നല്ല സ്ഥലങ്ങളിൽ നാവികർ ഇറങ്ങിപ്പോകുന്നത് പതിവായിരുന്നു. ക്യാപ്റ്റൻ റിഡൽ അവർക്ക് പകരം ബേ ഓഫ് ഐലൻഡ്സിൽ നിന്നും പുതുതായിട്ട് 3 പേരെ കപ്പലിലേക്ക് ചേർക്കുകയും ചെയ്തു. 2 പേര് ഇംഗ്ലീഷുകാരായിരുന്നു. ഒയിനോ ബേ ഓഫ് ഐലൻഡ്സിൽ എത്തുമ്പോഴേക്കും അവിടെ മറ്റ് 2 തിമിംഗല വേട്ട കപ്പലുകൾ കൂടി കിടപ്പുണ്ടായിരുന്നു. അതിലെ പോക്ലിൻഡൻ എന്ന കപ്പലിലെ ആളുകളെല്ലാം തന്നെയും സ്കർവി ശീതപിത്തം ബാധിച്ചിട്ട് തീർത്തും അവശരായിട്ട് കിടക്കുകയായിരുന്നു. അതിനാൽ ആൻ എന്ന 2ാമത്തെ കപ്പലിൻ്റെ കൂടെ കുറച്ച് നാള് തിമിംഗല വേട്ട നടത്തുവാൻ തന്നെ ക്യാപ്റ്റൻ സാമുവൽ റിഡൽ തീരുമാനിച്ചു. അക്കാലത്ത് പല കപ്പലുകൾ ഒന്നിച്ചു ചേർന്നിട്ട് തിമിംഗല വേട്ട നടത്തുന്നതൊക്കെ പതിവായിരുന്നു. അങ്ങനെ ബേ ഓഫ് ഐലൻഡ്സിൽ നിന്നും വേണ്ടത്ര വെള്ളവും പഴങ്ങളും പച്ചക്കറികളും വിറകും സംഭരിച്ച ശേഷം 1825 ഏപ്രിൽ 7-ന് ഒയിനോ ആൻ എന്ന കപ്പലിൻ്റെ കൂടെ പസഫിക്കിലേക്ക് യാത്ര തിരിച്ചു. പിന്നീട് 6 ദിവസങ്ങൾ 2 കപ്പലുകളും ഒരുമിച്ച് തിമിംഗല വേട്ടകൾ നടത്തുകയും ശേഷം വേർപിരിയുകയും ചെയ്തു. അങ്ങനെ അവസാനം ഏപ്രിൽ 13-ന് കപ്പല് ടോങ്ക ദ്വീപുകളുടെ വടക്കൻ ഭാഗങ്ങളിൽ എത്തിച്ചേർന്നു. വ്യക്തമായിട്ട് പറഞ്ഞാൽ ടോങ്ക ദ്വീപുകളുടെയും ഫിജി ദ്വീപുകളുടെയും ഇടയിലുള്ള ഒരു സ്ഥലത്താണ് ഒയിനോ എന്ന ഈ തിമിംഗല വേട്ടക്കപ്പൽ ഇപ്പോഴുള്ളത്. അന്നത്തെ ദിവസം രാത്രിയായതോടെ പായകൾ താഴ്ത്തി വേഗത കുറച്ചു പോകുവാൻ വേണ്ടിയിട്ട് ക്യാപ്റ്റൻ സാമുവൽ റിഡൽ നിർദ്ദേശിച്ചു. അതിനുശേഷം എന്തെങ്കിലും അസാധാരണമായിട്ട് സംഭവിച്ചാൽ മാത്രം തന്നെ അറിയിക്കണമെന്ന് ഓഫീസേഴ്സിനെ അറിയിച്ച ശേഷം അദ്ദേഹം വിശ്രമിക്കുവാൻ വേണ്ടിയിട്ട് താഴേക്ക് പോവുകയും ചെയ്തു. എന്നാൽ വെളുപ്പിനെ 2 മണിക്ക് ശേഷമുള്ള വാച്ചിൽ കടലിൽ വൈറ്റ് വാട്ടർ കാണുന്നുണ്ട് എന്ന് ചുക്കാൻ പിടിച്ചിരുന്ന ആള് സെക്കൻഡ് മേറ്റിനെ വിളിച്ചു പറഞ്ഞു. ഈ സെക്കൻഡ് മേറ്റ് മിസ്റ്റർ ഡ്രൂ എന്ന് പറഞ്ഞ ആള് അപ്പോൾ ഡെക്കിൽ കയറ്റി വെച്ചിരുന്ന ബോട്ടിൽ കയറി ഇരുന്നുകൊണ്ട് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് വിശ്രമിക്കുകയായിരുന്നു. കടൽ വെള്ളം പാറക്കൂട്ടങ്ങളിലോ പവിഴപ്പുറ്റുകളിലോ ഒക്കെ ചെന്നടിക്കുമ്പോഴാണ് വെളുത്ത നുരയും പതയൊക്കെ ഉണ്ടാവുന്നത്. ഇതിനെയാണ് വൈറ്റ് വാട്ടർ എന്ന് വിളിക്കുന്നത്. ചുരുക്കത്തിൽ ആഴക്കുറവുള്ള സ്ഥലങ്ങളുടെ പ്രത്യേകതയാണ് ഈ വൈറ്റ് വാട്ടർ. കടലിൽ വൈറ്റ് വാട്ടർ കാണുന്നുണ്ട് എന്ന് ചുക്കാൻ നിയന്ത്രിച്ചിരുന്ന ആൾ പറഞ്ഞിട്ടും ഈ ബോട്ടിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് വെറുതെ ഇരിക്കുന്ന ഈ സെക്കൻഡ് മേറ്റ് അത് കാര്യമായിട്ട് എടുത്തില്ല. കടലിൽ മീനുകൾ കൂട്ടമായിട്ട് പോയാലും ചില വലിയ മീനുകളൊക്കെ വെള്ളത്തിൽ കിടന്ന് തുള്ളിച്ചാടിയാലും ഒക്കെ ഇത്തരം വൈറ്റ് വാട്ടേഴ്സ് ഉണ്ടാവാറുണ്ട്. എന്നാൽ അടുത്ത നിമിഷം താൻ കാണുന്നത് മീനൊന്നുമല്ല, ശരിക്കും പവിഴപ്പുറ്റുകൾ തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഈ ചുക്കാൻ പിടിച്ചിരുന്ന ആള് പരിഭ്രാന്തിയോടെ ഉറക്കെ അലറി. എല്ലാവരെയും ഉണർത്തുന്നതിനായിട്ട് കപ്പലിലെ അലാം ബെല്ല് അടിക്കുന്നതിന് മുമ്പ് തന്നെ ഒയിനോ ഒരു പവിഴപ്പുറ്റിലേക്ക് ഇടിച്ചു കയറി. ഉടൻ തന്നെ ആരോ അപായമണി അടിക്കുകയും സകലരും അപ്പർ ഡെക്കിലേക്ക് പാഞ്ഞെത്തുകയും ചെയ്തു. എന്നാൽ അപ്പോഴേക്കും കപ്പൽ തട്ട് വരെയും തിര കയറുവാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഡെക്കിൽ ഉറച്ചു നിൽക്കുവാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇത് കണ്ടതോടെ സെക്കൻഡ് മേറ്റ് ഉടൻ തന്നെ ബോട്ടുകളിൽ ഒന്ന് താഴേക്ക് ഇറക്കുവാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരുന്നു. കപ്പൽ കുഴപ്പത്തിലായെന്ന് അയാൾക്ക് അപ്പോൾ തന്നെ പിടികിട്ടിയതാണ് അതിൻ്റെ കാരണം. എന്നാൽ രാവിലെ വരെ കാത്തു നിൽക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു ക്യാപ്റ്റൻ്റെ നിർദ്ദേശം. ഇപ്പോൾ രക്ഷപ്പെടണ്ട, നമുക്ക് രാവിലെ വരെ നിന്ന ശേഷം ഈ കപ്പൽ എങ്ങനെയെങ്കിലും ഈ പവിഴപ്പുറ്റിൻ്റെ പുറത്തു നിന്ന് മാറ്റാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം എന്നായിരുന്നു ഈ ക്യാപ്റ്റൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ പ്രഭാതമായി കഴിഞ്ഞപ്പോഴേക്കും കപ്പൽ രക്ഷപ്പെടുത്താമെന്ന അവസാന പ്രതീക്ഷയും അസ്തമിക്കുകയാണ് ഉണ്ടായത്. ഉടൻ തന്നെ കപ്പലിൻ്റെ വലത്തുവശത്തുള്ള സ്റ്റബോർഡ് ബോട്ട് ഉടൻ തന്നെ ഇറക്കുവാനായിട്ട് തീരുമാനമായി. തിരയൊഴിഞ്ഞ സമയം നോക്കി വളരെ സൂക്ഷിച്ചാണ് ബോട്ട് ഇറക്കിയതെങ്കിലും അപ്രതീക്ഷിതമായിട്ട് ആഞ്ഞടിച്ച തിരയിൽ ബോട്ടിൽ പകുതിയോളം വെള്ളം കയറി. ഒരു വിധത്തിൽ വെള്ളം കോരിക്കളഞ്ഞിട്ട് അവർ ഈ കപ്പലിൻ്റെ അരികിൽ നിന്നും ദൂരേക്ക് തുഴഞ്ഞു മാറി. അങ്ങനെ 2 ബോട്ടുകൾ അവർ കപ്പലിൽ നിന്നും സുരക്ഷിതമായിട്ട് വെള്ളത്തിലേക്ക് ഇറക്കി. ഇതിൽ ക്യാപ്റ്റനും സെക്കൻഡ് മേറ്റും മറ്റ് 10 പേരും ഉണ്ടായിരുന്നു. ഫസ്റ്റ് മേറ്റും ബാക്കി നാവികരും അപ്പോഴും ഈ കപ്പലിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇനിയും ബാക്കിയുള്ള 2 ബോട്ടുകളിൽ ഒന്നിൽ കയറി വേണം അവർക്ക് രക്ഷപ്പെടുവാനായിട്ട്. തിരയൊതുങ്ങുന്ന പറ്റിയ സമയം നോക്കിയിട്ടാണ് 1-ാം മേറ്റും കൂട്ടരും കപ്പലിൽ ഇപ്പോഴും കാത്തു നിൽക്കുന്നത്. എന്നാൽ അവർ ബോട്ട് ഇറക്കുന്ന സമയം കൂറ്റനൊരു തിര ആഞ്ഞടിക്കുകയും കയറിൽ പിടിച്ചിരുന്ന 2 പേരും ബോട്ട് ഇറക്കിക്കൊണ്ടിരുന്ന വേറെ 2 പേരും കടലിലേക്ക് വീണുപോവുകയും ചെയ്തു. എന്നാൽ ആ സമയം കടലിലുണ്ടായിരുന്ന മറ്റ് 2 ബോട്ടുകൾ അരികിലേക്ക് പാഞ്ഞു വന്ന് അവരെ ഒരു വിധത്തിൽ വലിച്ച് ബോട്ടുകളിലേക്ക് കയറ്റി രക്ഷപ്പെടുത്തി.
അക്കൂട്ടത്തിൽ ഒരാളുടെ കൈ ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നുവെങ്കിലും അയാളെ ജീവനോടെ രക്ഷിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു. ഇതേസമയം 1-ാം മേറ്റ് ബോട്ട് സുരക്ഷിതമായിട്ട് ഇറക്കുകയും സകല നാവികരും കപ്പലിൽ നിന്നും ബോട്ടുകളിലേക്ക് മാറുകയും ചെയ്തു. അങ്ങനെ 3 ബോട്ടുകളിലായിട്ട് സകല നാവികരും ഒയിനോ എന്ന തിമിംഗല വേട്ട കപ്പലിൽ നിന്നും കടലിലേക്ക് മാറി സുരക്ഷിതമായിട്ട് രക്ഷപ്പെട്ടു. പവിഴപ്പൂറ്റിൽ ഉറച്ച് തിരയിൽ ആടി ഉലയുന്ന തങ്ങളുടെ കപ്പലിനെ വിഷമത്തോടെയാണ് അവർ ദൂരെ നിന്നും വീക്ഷിച്ചത്. തൊട്ടടുത്ത് കര അവർക്ക് കാണാമായിരുന്നു. ഏതാണ്ട് 9 മൈൽ ദൂരെയായിരുന്നു അത്. എന്നാൽ ദ്വീപിന് ചുറ്റും ഒരു വളയം പോലെ പവിഴപ്പുറ്റിൻ്റെ ഒരു റിംഗ് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അവർക്ക് നേരെ തുഴഞ്ഞ് കരയിലേക്ക് പോകുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല. അതിനാൽ അവർ ആ പവിഴപ്പുറ്റിന് ചുറ്റും ഒന്ന് വലം വെക്കുവാൻ തന്നെ തീരുമാനിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിനൊരു വിടവ് കണ്ടെത്തുകയും അവർ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയും ചെയ്തു. പുറത്തുനിന്നുള്ള തിരകളെ പവിഴപ്പുറ്റ് സമൃദ്ധമായിട്ട് തടയുന്നതുകൊണ്ട് തന്നെ റിങ് പോലുള്ള ആ പവിഴപ്പുറ്റിൻ്റെ അകത്ത് കടൽ തീർത്തും ശാന്തമായിരുന്നു. എന്നാൽ അവിടെ ആഴം വളരെ കൂടുതലായിരുന്നു. അവർ സാവധാനം കരയോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ തീരത്തെ ബീച്ചിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. അത് കണ്ടതോടെ ജനവാസമുള്ള ദ്വീപാണ് എന്ന് മനസ്സിലാക്കിയ നാവികർ തുഴച്ചിൽ നിർത്തിയിട്ട് പരസ്പരം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചർച്ച ചെയ്യുവാനായിട്ട് തുടങ്ങി. ബോട്ടിൽ കടലിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് പട്ടിണി കിടന്ന് ചാവുന്നതിലും ഭേദം കരയിൽ ഇറങ്ങിയിട്ട് ദ്വീപ് നിവാസികളെ എങ്ങനെയും കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് നല്ലത് എന്ന തീരുമാനത്തിലാണ് അവരെല്ലാവരും അവസാനം എത്തിച്ചേർന്നത്. ഇതിനിടെ ബീച്ചിൽ പ്രത്യക്ഷപ്പെട്ട ആള് ബോട്ടുകൾ കരയിലേക്ക് അടുപ്പിക്കുവാനായിട്ട് കൈകൾ കൊണ്ട് അവരെ ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ബോട്ടുകൾ കുറച്ചുകൂടി അടുത്ത് കഴിഞ്ഞപ്പോഴേക്കും കരയിൽ കൂടുതൽ ആളുകളുണ്ട് എന്ന് നാവികർക്ക് പിടികിട്ടി. അത് കണ്ടതോടെ ക്യാപ്റ്റൻ സാമുവേൽ റിഡല് കരയിൽ ഇറങ്ങണ്ട എന്ന അഭിപ്രായമാണ് പറഞ്ഞത്. ഏതാണ്ട് 600 കിലോമീറ്ററുകൾ അകലെയുള്ള യുവേയ എന്ന ഒരു ദ്വീപിലേക്ക് അല്ലെങ്കിൽ വാലിസ് ദ്വീപിലേക്ക് തുഴയുവാനായിട്ടാണ് അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്നതാണ് നല്ലത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഭാഗത്ത് തിമിംഗല വേട്ട കപ്പലുകൾ കാണാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ 1-ാം മേറ്റായിട്ടുള്ള വില്യം ഷോ അതിനെ എതിർത്തു. കാരണം തീരത്ത് ഇപ്പോൾ നിൽക്കുന്നവർ ആക്രമിക്കാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. അതിനുള്ള ഭാവമൊന്നും അവരുടെ മുഖത്തില്ല. അവരുടെ കൈവശം കുന്തങ്ങൾക്ക് പകരം കരിമ്പിൻ്റെ ആ കോലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് നൽകുവാൻ വേണ്ടിയിട്ടാണ് അവർ നിൽക്കുന്നത്. വിശന്ന് വരഞ്ഞു വരുന്ന നമുക്ക് നൽകുവാൻ വേണ്ടിയിട്ടാണ് അവർ നിൽക്കുന്നത്. അവരങ്ങനെയുള്ള ആളുകളല്ല എന്നാണ് ബോട്ടിലെ കുറച്ച് ആളുകൾ കരുതിയത്. കരയിലിറങ്ങി വിശ്രമിച്ച ശേഷം ബോട്ടുകൾ നന്നാക്കിയെടുത്ത് കഴിഞ്ഞ് ഇവിടെ നിന്നും പോകാമെന്നാണ് ഈ ഷോ പറയുന്നത്. നാവികരെ കരയിലിറങ്ങുവാനായിട്ട് മടി കാണിക്കുന്നത് കണ്ടതോടെ ഈ ദ്വീപ് നിവാസികൾ തങ്ങളുടെ കൂട്ടത്തിൽ പ്രായമുള്ള ഒരാളെ ഒരു ചെറു തോണിയിൽ നാവികരുടെ ബോട്ടുകളുടെ അരികിലേക്ക് പറഞ്ഞയച്ചു. വഞ്ചിയിൽ സാവധാനം തുഴഞ്ഞ് അടുത്ത് വന്ന അയാൾ പറഞ്ഞതൊന്നും ക്യാപ്റ്റനും കൂട്ടർക്കും മനസ്സിലായതേയില്ല. നാവികരുടെ കൂട്ടത്തിൽ ന്യൂസിലൻഡുകാരനായിട്ടുള്ളൊരു പയ്യനുണ്ടായിരുന്നു. അവനും അയാൾ പറഞ്ഞത് ഒന്നും പിടികിട്ടിയില്ല. അതോടെ വന്നയാൾ കരയിലേക്ക് നിരാശനായി മടങ്ങി. എന്തായാലും അവസാനം ബീച്ചിൽ ഇറങ്ങുവാൻ തന്നെ ക്യാപ്റ്റൻ റീഡൽ തീരുമാനിച്ചു. ബോട്ടുകൾ കരയിൽ തൊട്ട നിമിഷം ക്യാപ്റ്റൻ ചാടി മണലിലേക്ക് ഇറങ്ങുകയും നാട്ടുകാരുടെ അരികിൽ ചെന്നിട്ട് സൗഹൃദപരമായിട്ട് ചിരിച്ചുകൊണ്ട് കൈകൾ നീട്ടുകയും ചെയ്തു. എന്നാൽ അവരാകട്ടെ അതൊന്നും ശ്രദ്ധിക്കാതെ നേരെ നാവികർ വന്ന ബോട്ടുകളിലേക്ക് ചാടിക്കയറുകയും അതിലുണ്ടായിരുന്നതൊക്കെ എടുക്കുവാനായിട്ട് തുടങ്ങുകയും ചെയ്തു. അവരെ തടയണ്ട എന്ന് ക്യാപ്റ്റൻ തൻ്റെ ആളുകളോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവരാ ബോട്ടിൽ നിന്ന് എടുക്കുന്നതൊക്കെ നാവികരുടെ ജീവൻ്റെ വിലയാണെന്ന് കണക്കാക്കിയാൽ മതി. എന്നാൽ ദ്വീപ് നിവാസികൾ വളരെ സൗഹൃദപരമായിട്ട് തന്നെയാണ് അവരോട് പെരുമാറിയത്. ബോട്ടുകൾ കരയിലേക്ക് വലിച്ചു കയറ്റുവാനായിട്ട് അവർ നാവികരെ സഹായിച്ചു. കൂടാതെ അവരുടെ കൈവശമുണ്ടായിരുന്ന കരിമ്പ്, നാളികേരം, മധുരക്കിഴങ്ങ് തുടങ്ങിയവയൊക്കെ അവർ നാവികർക്ക് കൊടുക്കുകയും ചെയ്തു. പകരം നാവികർ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ബ്രെഡ് അവർക്ക് കൊടുത്തു നോക്കിയെങ്കിലും അവരത് ഭക്ഷിക്കുവാനായിട്ട് കൂട്ടാക്കിയില്ല. ചിലർക്ക് ക്യാപ്റ്റൻ തൻ്റെ കൈവശമുണ്ടായിരുന്ന വാച്ചിൻ്റെ ടിക് ടിക് ശബ്ദം ചെവിയിൽ ചേർത്ത് വെച്ച് കേൾപ്പിച്ചു കൊടുത്തതോടെ അവരത്ഭുതപ്പെടുകയും ചിരിക്കുകയും ചെയ്തു. ഇതിനിടെ ചില സ്ത്രീകൾ നാവികരെ കാണുവാനായിട്ട് തീരത്തേക്ക് വന്നെങ്കിലും ഉടൻ തന്നെ മടങ്ങിപ്പോയി. ഇതിനിടെ അവരുടെ നേതാവ് എന്ന് തോന്നിക്കുന്ന പ്രായമുള്ള ഒരാൾ തന്നെ അനുഗമിക്കുവാനായിട്ട് നാവികരുടെ ആംഗ്യം കൊണ്ട് ആവശ്യപ്പെട്ടു. തീരത്തു നിന്നും കുറച്ചുള്ളിലേക്ക് മാറിയാണ് അവരുടെ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഏതാണ്ട് 1-2 കിലോമീറ്ററുകൾ പരുക്കൻ പാതകളിലൂടെ നടന്ന് ആ ദ്വീപിലെ ഏക ഗ്രാമത്തിൽ അവരെല്ലാം എത്തിച്ചേർന്നു. അവിടെ ഏതാണ്ട് 20ഓളം വീടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 2 എണ്ണം നാവികർക്ക് താമസിക്കുവാൻ വേണ്ടിയിട്ട് അവർ വിട്ടുകൊടുക്കുകയും ചെയ്തു. 51 വർഷങ്ങൾക്ക് മുമ്പ് 1774 ക്യാപ്റ്റൻ ജെയിംസ് കുക്ക് കണ്ടെത്തിയ ടർട്ടിൽ ഐലൻഡിൽ തന്നെയാണ് ക്യാപ്റ്റൻ റിഡലും കൂട്ടരും ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ക്യാപ്റ്റൻ കുക്ക് ഇവിടെ വന്നപ്പോൾ കുട്ടിയായിരുന്ന അദ്ദേഹത്തെ നേരിൽ കണ്ടിട്ടുള്ള ചിലരെങ്കിലും ഇപ്പോഴും ഈ ഗ്രാമത്തിൽ ജീവനോടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ഗ്രാമത്തിനോട് അടുത്ത് തന്നെ ഇത്രയും വലിപ്പമുള്ള മറ്റൊരു ഗ്രാമം കൂടി ഉണ്ടായിരുന്നു. എന്നാൽ 2ാമത്തെ ഗ്രാമം വിജനമായിരുന്നു. അവിടെ ഉള്ളവർ എവിടെ പോയി എന്ന ചോദ്യത്തിന് നാവികർക്ക് കൃത്യമായ ഉത്തരവൊന്നും ലഭിച്ചില്ല. മാത്രവുമല്ല, ഈ ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഈ ദ്വീപിൽ തന്നെ ആകെ 25 ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 15 മുതിർന്ന ആണുങ്ങളും ബാക്കി സ്ത്രീകളും കുട്ടികളും. അവർ അത്യാവശ്യം ഉയരവും തടിമിണുക്കും ഒക്കെയുള്ള ആളുകളായിരുന്നു.
ചിലർക്ക് മങ്ങിയ നിറവും മറ്റു ചിലർക്ക് പൂർണ്ണമായ കറുപ്പ് നിറവുമായിരുന്നു ഉണ്ടായിരുന്നത്. ആണുങ്ങളും പെണ്ണുങ്ങളും അരയിൽ മരത്തിൽ പോലെ എന്തോ ഒന്ന് വലിച്ചു കെട്ടിയിട്ടുണ്ട്. അതല്ലാതെ മറ്റ് വസ്ത്രങ്ങളൊന്നും അവർക്കുണ്ടായിരുന്നില്ല. അങ്ങനെ അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് 1 മണിയോടെ നാവികരെല്ലാം അവർക്ക് നാട്ടുകാർ കൊടുത്ത 2 ഹട്ടുകളിൽ എത്തുകയും അവിടെ വിശ്രമിക്കുകയും ചെയ്തു. ശേഷം നാട്ടുകാർ പിന്നീട് എങ്ങോട്ടോ പോയി മറിഞ്ഞു. മണിക്കൂറുകൾക്ക് ശേഷം മടങ്ങി വന്ന അവരുടെ കൈവശം വേവിച്ചെടുത്ത ചേനയും ചേമ്പും ഉരുളക്കിഴങ്ങും ഉണ്ടായിരുന്നു. ചേമ്പിന്റെ കിഴങ്ങ് തേങ്ങാപ്പാലിൽ മിക്സിയിട്ട് ചേർത്തിട്ടുള്ള ഒരു പ്രത്യേകതരം വിഭവമാണ് അവർ കഴിച്ചിരുന്നത്. അവരിതെല്ലാം കുട്ടകളിലാക്കിയിട്ട് ഈ നാവികർ താമസിക്കുന്ന കുടിലിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് വെക്കുകയും എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉച്ചരിക്കുകയും ചെയ്തു. ശേഷം അവരോട് അതെല്ലാം കഴിച്ചു കൊള്ളുവാനായിട്ട് ആംഗ്യം കാണിച്ചു. വിശപ്പ് മൂത്തിരുന്ന നമ്മുടെ നാവികര് ഒന്നും നോക്കാതെ അതെല്ലാം വയറു നിറയെ ഭക്ഷിക്കുകയും ചെയ്തു. ഇതിനുശേഷം നാവികരിൽ ചില ആളുകൾ ഗ്രാമവാസികളുടെ കൂട്ടത്തിൽ ദ്വീപ് ഒന്ന് ചുറ്റിക്കാണുവാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോഴാണ് ഇത് ക്യാപ്റ്റൻ കുക്ക് മാപ്പ് ചെയ്ത ടർട്ടിൽ ഐലൻഡ് തന്നെയാണ് എന്ന് ക്യാപ്റ്റന് പിടികിട്ടിയത്. 3 കിലോമീറ്റർ നീളവും 2 കിലോമീറ്റർ വീതിയും ഉണ്ടായിരുന്ന ആ ദ്വീപിന്റെ ഒരു ഭാഗത്ത് പാറകളും മറുഭാഗത്ത് വനവുമാണ് ഉണ്ടായിരുന്നത്. ദ്വീപിന് ചുറ്റിനും കോട്ട പോലെ വൃത്താകൃതിയിൽ ഒരു കൂറ്റൻ പവിഴപ്പുറ്റും ഉണ്ടായിരുന്നു. ആ ദ്വീപിൽ കുളമോ നദിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പാറകളുടെ വിടവുകളിൽ കെട്ടിക്കിടക്കുന്ന മഴവെള്ളം മാത്രമാണ് ജലസ്രോതസ്. എന്നാൽ നാളികേരവും വാഴപ്പഴവും കടച്ചക്കയും അവിടെ ധാരാളം ഉണ്ടായിരുന്നു. ഈ കടച്ചക്ക എന്നാൽ ശിവപ്ലാവ് അഥവാ ബ്രെഡ് ഫ്രൂട്ട്. അന്നത്തെ രാത്രിയിൽ ഈ നാട്ടുകാർ നാവികരോടൊപ്പം കുറച്ചു നേരം ചെലവഴിച്ചു. ആ സമയം അവർ ആടുകയും പാടുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ വീടുകളിലേക്ക് മടങ്ങിയ ശേഷം നാവികർ കുടിലിൻ്റെ അകത്തും പുറത്തുമൊക്കെ ആയിട്ട് ചുരുണ്ടുകൂടി കിടന്നുറങ്ങി. ഭയം കാരണം ഊഴമിട്ട് കാവലിരുന്നാണ് അവർ നേരം വെളുപ്പിച്ചത്. പിറ്റേ ദിവസം അത് രാവിലെ തന്നെ അവർ ബോട്ടുമെടുത്ത് കപ്പലിൻ്റെ അരികിൽ എത്തിച്ചേർന്നു. മുങ്ങുന്നതിന് മുമ്പ് കൈക്കലാക്കുവാൻ പറ്റുന്ന സാധനങ്ങളൊക്കെയും എടുക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു അത്. എന്നാൽ നാട്ടുകാർ അവർക്ക് മുമ്പേ കപ്പലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഒട്ടനവധി സാധനങ്ങൾ അവർ കൊണ്ടുപോയി കഴിഞ്ഞിരുന്നുകൊണ്ട് തന്നെ നാവികർക്ക് കാര്യമായിട്ടൊന്നും കപ്പലിൽ നിന്നും വീണ്ടെടുക്കുവാനായിട്ട് സാധിച്ചില്ല. തോക്കുകൾ ഉൾപ്പെടെ ആവശ്യമുള്ളതെല്ലാം നാട്ടുകാർ അവരുടെ വള്ളങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. കൂടാതെ കപ്പലിൽ നിന്നും കൊണ്ടുപോയ സാധനങ്ങൾ അവർ നാവികർ കാണാതെ എവിടെയോ കുഴിച്ചിടുകയാണ് ചെയ്തത്. ചുരുക്കത്തിൽ ഒരൊറ്റ ആയുധം പോലും ഇല്ലാതെയാണ് നാവികർ ദ്വീപിൽ കഴിയുന്നത്. ഇവരുടെ കപ്പലിൽ ചെറിയൊരു സ്പെയർ ബോട്ട് കൂടി ഉണ്ടായിരുന്നു. അതുമാത്രം നാട്ടുകാരെടുക്കുന്നതിന് മുമ്പ് കൈക്കലാക്കുവാനായിട്ട് നമ്മുടെ നാവികർക്ക് സാധിച്ചു. അതെന്തായാലും നന്നായി. കാരണം പിറ്റേ ദിവസം മുതൽ കപ്പൽ പൂർണ്ണമായിട്ടും തകർന്ന് മുങ്ങുവാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ നിന്നും കൂടുതൽ ഒന്നും തന്നെയും എടുക്കുവാൻ സാധ്യമല്ല. എങ്കിലും കപ്പൽ പൂർണ്ണമായിട്ട് മുങ്ങിയിരുന്നില്ല. സാധനങ്ങളൊക്കെ മോഷ്ടിച്ചെടുത്തെങ്കിലും നേറ്റീവ്സ് നാവികരോട് നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. വൈകുന്നേരങ്ങളിൽ അവർ സ്ഥിരമായിട്ട് നാവികരുടെ കൂടെ തന്നെയാണ് ഉണ്ടായിരുന്നത്. കൂടാതെ ഭക്ഷിക്കുവാനുള്ള കിഴങ്ങുകൾ അവർ എവിടെ നിന്നോ സംഘടിപ്പിച്ച് നാവികർക്ക് എത്തിച്ചു കൊടുക്കുന്നുമുണ്ടായിരുന്നു. അങ്ങനെ ഏതാണ്ട് 10-12 ദിവസങ്ങൾ കടന്നുപോയി. ക്യാപ്റ്റൻ റീഡൽ ഇവിടെ നിന്നും സ്ഥലം വിടുവാനായിട്ട് പറ്റിയ സമയത്തിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവർക്ക് അനുകൂലമായ കാറ്റ് വീശി തുടങ്ങും. അത് ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയും ടോങ്ക ദ്വീപുകളിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. അങ്ങനെ പിറ്റേ ദിവസം അവർ യാത്രയ്ക്കായിട്ട് ബോട്ടുകൾ നന്നാക്കിയെടുക്കുവാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് അകലെ നിന്നും ഒട്ടനവധി തോണികൾ കരയിലേക്ക് വരുന്നത് അവർ ശ്രദ്ധിച്ചത്. ഏതാണ്ട് 20ഓളം വഞ്ചികളാണ് ദ്വീപ് ലക്ഷ്യമാക്കി വരുന്നത്. ഒരു യുദ്ധത്തിനായിട്ട് വരുന്നത് പോലെ കുന്തങ്ങളും ഗതകളും ഒക്കെ ഉയർത്തി അലറിക്കൊണ്ടാണ് അവർ തീരം ലക്ഷ്യമാക്കി തുഴയുന്നത്. ഇത് കണ്ടതോടെ ക്യാപ്റ്റൻ റിഡലും ദ്വീപിലെ പ്രധാനിയും ആ പ്രായമുള്ള ആളും അവരോട് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് ബീച്ചിലേക്ക് ഇറങ്ങിച്ചെന്നു. ഏതാണ്ട് 6 അടിയോളം ഉയരമുണ്ടായിരുന്ന മനുഷ്യരായിരുന്നു ആ തോണികളിൽ ഇങ്ങോട്ടേക്ക് പാഞ്ഞു വരുന്നത്. അടുത്തുള്ള ഓനോ എന്ന് പറഞ്ഞ ഒരു ദ്വീപിലെ ആളുകളായിരുന്നു അത്. അവർ ഏതാണ്ട് 80ഓളം ആളുകളാണ് 20 വഞ്ചികളിലായിട്ട് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. കരയിലിറങ്ങി അവർ ആരോടും സംസാരിക്കാനായിട്ട് നിൽക്കാതെ നേരെ ഗ്രാമത്തിലേക്കാണ് പോയത്. ആരോടും അനുവാദം ചോദിക്കാതെ കുടിലുകൾ കയറി ഇറങ്ങി അവർ പാകം ചെയ്ത് വെച്ചിരുന്ന ഭക്ഷണമൊക്കെ വാഗ്താക്കി. അക്കൂട്ടത്തിൽ നേതാവാണ് എന്ന് തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നാവികരുടെ കൂട്ടത്തിൽ വില്യം ക്യാരി എന്നൊരാളുടെ കൂട്ടത്തിൽ നിലത്ത് വന്നിരുന്ന് അയാളോട് സംസാരിക്കേണ്ടി തുടങ്ങി. എന്നാൽ ഈ ക്യാരിക്ക് അയാൾ പറഞ്ഞു ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പിടികിട്ടിയതോടെ അയാൾ നിരാശയോടെ അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയും ചെയ്തു. അവസാനം ആ ദ്വീപ് മുഴുവനും ചുറ്റി നടക്കുകയും നാവികരെ എല്ലാം വിശദമായിട്ട് നോക്കിക്കാണുകയും ചെയ്ത ശേഷം രാത്രിയോടെ അവർ തോണികളിൽ മടങ്ങുകയും ചെയ്തു. എന്നാൽ പിറ്റേ ദിവസം അവർ വീണ്ടും തിരികെ എത്തി. നാവികരുടെ കുടിലിലെത്തിയ അവർ സൗഹൃദപരമായിട്ട് തന്നെയാണ് പെരുമാറിയത്. അതോടുകൂടി നാവികർക്കുണ്ടായിരുന്ന ഭയം കുറേയേറെ മാറിക്കിട്ടുകയും ചെയ്തു. അന്ന് രാത്രി മടങ്ങുന്നതിന് മുമ്പ് നാവികർ എത്ര ആളുകളുണ്ട് എന്ന് അവർ എണ്ണി നോക്കുന്നത് കണ്ടതോടെ നമ്മുടെ ഈ വില്യം ക്യാരിക്ക് സംശയമായി. പിറ്റേ ദിവസം അവർ വീണ്ടും വന്നു. എന്നാൽ ഇന്ന് അവരുടെ പെരുമാറ്റത്തിൽ കാര്യമായ മാറ്റമുണ്ടായത് ക്യാരി ശ്രദ്ധിച്ചു. നാവികരെ അവർ മനഃപൂർവ്വം പ്രകോപിപ്പിക്കാനായിട്ട് നോക്കുന്നതായിട്ടാണ് ക്യാരിക്ക് തോന്നിയത്. അവരുടെ കൂട്ടത്തിൽ ഒരാൾ നാവികരുടെ കുടിലിൻ്റെ ഉള്ളിൽ കയറുകയും
അവരുടെ വസ്ത്രങ്ങളിൽ ചിലത് ബലമായിട്ട് എടുത്തുകൊണ്ട് പോകുവാൻ ശ്രമിക്കുകയും ചെയ്തു. അയാൾ തുണി എടുത്തുകൊണ്ട് പോകുന്നത് നാവികരിൽ ഒരാൾ അത് തടയുവാനായിട്ട് ശ്രമിച്ചതോടെ അയാൾ പ്രകോപിതനാവുകയും കയ്യിലുണ്ടായിരുന്ന ഗദ നിലത്ത് പലതവണ ആഞ്ഞടിച്ച് തന്റെ ദേഷ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇതിനിടെ മറ്റൊരാൾ നാവികരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ക്യാബിൻ ബോയുടെ തൊപ്പി അവന്റെ തലയിൽ നിന്നും എടുത്ത് കൈവശം വെച്ചു. ആ പയ്യൻ കരഞ്ഞതോടെ അയാൾ അത് തിരികെ കൊടുത്തെങ്കിലും വില്യം ക്യാരിക്ക് ഒരു കാര്യം പിടികിട്ടി. അവർ മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നാവികരുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായാൽ അത് കാരണമാക്കിയിട്ട് ഒരു പക്ഷേ ആക്രമിക്കാനായിരിക്കാം അവരുടെ പദ്ധതി. അവർ ഇത്തരം പണികൾ വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ക്യാപ്റ്റൻ ഒരു കാരണവശാലും പ്രകോപിതരാവരുത് എന്ന് തൻ്റെ ആളുകളോട് ഓടി നടന്ന് പറയുന്നുണ്ടായിരുന്നു. അവർ എന്ത് വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകട്ടെ, കാരണം ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രതിരോധിക്കുവാനായിട്ട് ഒരു വഴി പോലും അവരുടെ കൈവശമില്ല. പുറത്തുനിന്നും വന്നവർ ഇങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിലും ദ്വീപ് നിവാസികൾ ഇപ്പോഴും നാവികരോട് നല്ല നിലയിൽ തന്നെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പിറ്റേ ദിവസം അത് രാവിലെ നാവികർ മുങ്ങാറായ കപ്പലിൻ്റെ അരികിലേക്ക് ചെന്നു. ബോട്ടുകൾ നന്നാക്കിയെടുക്കാനുള്ള സാധനങ്ങൾ കുറച്ചെങ്കിലും എടുക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു അത്. എന്നാൽ തിരികെ ദ്വീപിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഓരോ ദ്വീപുകാർ അവിടെ അഴിഞ്ഞാടുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. കയ്യിലിരുന്ന ഗദകൾ ആകാശത്ത് ചുഴറ്റി തീർത്തും അക്രമാസക്തരായിട്ടാണ് അവർ ഗ്രാമത്തിൽ തലങ്ങും വിലങ്ങും നടക്കുന്നത്. ഇത് കണ്ട വില്യം ക്യാരിക്ക് ഒരു കാര്യം മനസ്സിലായി. ഒരുപക്ഷെ ഇന്ന് രാത്രി തന്നെ അവർ നമ്മളെ ആക്രമിച്ചേക്കാം. അയാളത് തൻ്റെ കൂട്ടുകാരോട് പങ്കുവെക്കുകയും ചെയ്തു. എന്നാൽ മറ്റുള്ളവർക്ക് അത് അത്ര കാര്യമായിട്ട് ഗൗരവമായിട്ടൊന്നും തോന്നിയില്ല. നേറ്റീവ്സ് പലപ്പോഴും ഇങ്ങനെയൊക്കെയാണെന്നും ഇനി അവർക്ക് തങ്ങളെ ആക്രമിച്ചിട്ട് എന്ത് കിട്ടാനാണ് എന്നൊക്കെയായിരുന്നു ഇവരുടെ ചിന്ത. എന്നാൽ വില്യം ക്യാരിക്ക് ഉറക്കം വന്നില്ല. അയാൾ രാത്രി കുടിലിൽ കഴിയാതെ കാട്ടിലേക്ക് പോയിട്ട് അവിടെയുള്ള ഒരു പാറയുടെ വിടവിലാണ് അന്തി ഉറങ്ങിയത്. എന്നാൽ അന്നത്തെ രാത്രി പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. പിറ്റേ ദിവസം ഈ വില്യം ക്യാരിയും ക്യാപ്റ്റൻ റിഡലും 1-ാം മേറ്റ് വില്യം ഷോയും മറ്റ് 2-3 പേരും കടൽ തീരത്തുള്ള ഒരു പാറയുടെ മുകളിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയം ഗ്രാമത്തിൽ നിന്ന് ഒരാൾ അവരുടെ സമീപം എത്തുകയും എന്തോ അവരോട് പറയാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. അയാളുടെ മുഖം വല്ലാത്ത രീതിയിലാണ് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. ആസന്നമായ എന്തോ ഒരു അപകടത്തെക്കുറിച്ച് തങ്ങൾക്ക് മുന്നറിയിപ്പ് തരാനാണ് അയാൾ ശ്രമിക്കുന്നത് എന്നാണ് നമ്മുടെ ക്യാരിക്ക് തോന്നിയത്. എന്നാൽ അവരോട് കൂടുതലൊന്നും പറയാനായിട്ട് അയാൾക്ക് സാധിച്ചില്ല. ദുഃഖത്തോടെയാണ് അയാൾ മടങ്ങിയത്. ഇതിൻ്റെ തലേ ദിവസം മറ്റൊരു സംഭവം കൂടി നടന്നിട്ടുണ്ടായിരുന്നു. ഗ്രാമവാസികളിൽ ഒരാൾ നാവികർ താമസിക്കുന്ന കുടിലിൻ്റെ മുന്നിൽ വന്നിട്ട് കുറേയേറെ കുന്തങ്ങളും വടികളും അകത്തേക്ക് വലിച്ചെറിഞ്ഞ ശേഷം അവിടെ നിന്ന് ഓടിപ്പോയി കളഞ്ഞു. ഈ 2 സംഭവങ്ങളും ചേർത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇന്ന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് തന്നെ വില്യം ക്യാരിക്ക് ഉറപ്പായി. ദ്വീപ് നിവാസികൾക്ക് അവരെ സഹായിക്കണമെന്നുണ്ട്, എന്നാൽ അവർ നിസ്സഹായരാണ്. അടുത്ത നിമിഷം കുറച്ച് അകലെ നിന്നും ആരോ ഉച്ചത്തിൽ അലറുന്ന ശബ്ദം എല്ലാവരും കേട്ടു. ക്യാപ്റ്റൻ ഉടൻ തന്നെ ശബ്ദം കേട്ട ദിക്കിലേക്ക് ഓടുവാൻ തയ്യാറെടുത്തു. എല്ലാവരും ഗ്രാമത്തിലേക്കാണ് ഓടിയത്. എന്നാൽ നമ്മുടെ വില്യം ക്യാരി മറ്റൊരു പാതയാണ് തിരഞ്ഞെടുത്തത്. ഗ്രാമത്തിൽ എന്താണ് നടന്നിരിക്കുവാൻ സാധ്യതയെന്ന് ക്യാരിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഇവരുടെ ആ സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ക്യാബിൻ ബോയ്, ഒരു പയ്യൻ, കുറച്ച് ദൂരം ക്യാരിയുടെ പാതയിലൂടെ തന്നെ പുറകെ വരുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ തിരികെ ക്യാപ്റ്റൻ പോയ വഴിയെ തന്നെ ഗ്രാമത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. ക്യാരി തിരഞ്ഞെടുത്ത പാത ദ്വീപിൻ്റെ മറുഭാഗത്തെ ബീച്ചിലേക്കുള്ള വഴിയായിരുന്നു. പോകുന്ന വഴി താൻ എപ്പോൾ വേണമെങ്കിലും ശത്രുക്കളുടെ മുന്നിൽ പെട്ടേക്കാമെന്ന് ക്യാരിക്ക് അറിയാമായിരുന്നു. അതിനാൽ ഓരോ ചുവടും വളരെ സൂക്ഷിച്ചാണ് അയാൾ നടന്നത്. ദ്വീപിൻ്റെ മറുവശത്തെ തീരത്ത് എത്തിയപ്പോഴേക്കും ക്യാരി ഒരു വലിയ പാറയുടെ മുകളിൽ കയറിയിട്ട് തനിക്ക് ഒളിച്ചിരിക്കുവാൻ പറ്റിയ സ്ഥലം വല്ലതുമുണ്ടോ എന്ന് ചുറ്റിനും ഒന്ന് നോക്കി. എന്നാൽ ഒന്നും കാണുവാൻ സാധിച്ചില്ല. ക്യാരി അവിടെ നിന്നും ഓടി മറ്റൊരു പാറയുടെ മുകളിൽ കയറി വീണ്ടും നോക്കി. അവിടെ ഭാഗ്യത്തിന് പാറയ്ക്കൊരു വിടവും അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഗുഹയും കാണുവാനായിട്ട് സാധിച്ചു. അയാൾ ഒരു വിധത്തിൽ ആ വിടവിലേക്ക് നുഴഞ്ഞു കയറി. അകത്ത് നല്ല ഇരുട്ടായിരുന്നുകൊണ്ട് തന്നെ കൂടുതൽ ഉള്ളിലേക്ക് കയറാനുള്ള ധൈര്യം അയാൾക്കുണ്ടായിരുന്നില്ല. കൂടാതെ ഉള്ളിൽ വലിയൊരു ഗർത്തമാണുള്ളതെന്നും ക്യാരിക്ക് പിടികിട്ടി. അയാൾ ഒരു കല്ലെടുത്തിട്ട് അകത്തേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോൾ കേട്ട ശബ്ദത്തിൽ നിന്നും ഏതാണ്ട് 40-50 അടി താഴ്ചയെങ്കിലും അതിനുണ്ടാവുമെന്ന് ക്യാരിക്ക് പിടികിട്ടി. എങ്കിലും ആ ഗുഹാമുഖത്ത് നിന്നും 10-12 അടി ഉള്ളിലേക്ക് മാറി കയറി നിൽക്കുവാനായിട്ട് ഇദ്ദേഹത്തിന് സാധിച്ചു. ഒളിച്ചിരിക്കുവാനായിട്ട് ഇത്രയും സ്ഥലം ധാരാളമാണ്. പകൽ മുഴുവനും ക്യാരി ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ അതിൻ്റെ ഉള്ളിൽ കഴിച്ചുകൂട്ടി. രാത്രി ആയതോടെ പാറയുടെ മുകളിൽ ആരൊക്കെയോ വന്നതായിട്ട് അയാൾക്ക് പിടികിട്ടി. അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അവരുടെ കുന്തങ്ങൾ പാറയിൽ ഉരസുന്ന ശബ്ദം കേട്ട് ക്യാരിയുടെ ഉള്ളിൽ കിടുങ്ങി. ശ്വാസം വിടുവാൻ തന്നെ അയാൾ ഭയപ്പെട്ടു. അവർ തന്നെ തിരക്കിയാണ് വന്നത് എന്ന് ക്യാരിക്ക് പിടികിട്ടി. പുറത്തിറങ്ങിയാൽ തന്നെ കൊന്നുകളയുമെന്ന് ഉറപ്പാണ്. എന്നാൽ ഇവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ പട്ടിണി കിടന്ന് ചാവുകയും ചെയ്യും. ക്യാരി തൻ്റെ മരണം ഏതാണ്ട് ഉറപ്പിച്ചു. ഏതാണ്ട് 6-7 മണിക്കൂറുകൾ അയാൾ ഉറങ്ങാതെ തന്നെ ആ ഗുഹയ്ക്കുള്ളിലെ ഇരുട്ടിൽ കുത്തിയിരുന്നു. ശേഷം അറിയാതെ കണ്ണുകൾ അടഞ്ഞു പോയെങ്കിലും ക്യാരി വീണ്ടും എഴുന്നേറ്റിരുന്നു. എന്നാൽ നേരം വെളുത്തതോടെ അയാൾ ഗുഹയിൽ നിന്നും സാവധാനം പുറത്തേക്ക് വന്നു. തൻ്റെ കൂട്ടുകാർക്ക് എന്താവും സംഭവിച്ചിരിക്കുക എന്ന ആകാംക്ഷയായിരുന്നു ഉള്ളിലുണ്ടായിരുന്നത്. കൂട്ടക്കൊലപാതകത്തിൽ നിന്നും ആരെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടാവാം. ക്യാരി അടുത്തുള്ള ഒരു മരത്തിലേക്ക് വലിഞ്ഞു കയറിയിട്ട് ചുറ്റുപാട് ഒന്ന് നിരീക്ഷിച്ചു.
എന്നാൽ അടുത്തെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. അല്പം ധൈര്യം കൈവരിച്ച അയാൾ അവിടെ നിന്നും ബീച്ചിന്റെ ഭാഗത്തേക്ക് സാവധാനം നടന്നു. ഒരു ബോട്ട് അവിടെ കിടപ്പുണ്ട്. മണ്ണാകെ ഇളകി മറിഞ്ഞിരിക്കുകയാണ്. വലിയൊരു യുദ്ധം തന്നെ നടന്ന ലക്ഷണമൊക്കെ അവിടെ കാണുന്നുണ്ട്. മറ്റൊരിടത്ത് ആകെ കൂടി ഇളക്കി മറിച്ചിട്ടിരിക്കുന്നത് കണ്ടിട്ട് ക്യാരി അങ്ങോട്ടേക്ക് ചെന്നു. ശേഷം ഇളകിക്കിടന്നിരുന്ന മണ്ണ് കൈകൾ കൊണ്ട് സാവധാനം മാറ്റി നോക്കി. ഉടനെ ക്യാരിയുടെ കൈകൾ ഒരു മനുഷ്യന്റെ മുഖത്താണ് തടഞ്ഞത്. ഞെട്ടിപ്പോയി അദ്ദേഹം ചാടി എഴുന്നേറ്റു. തന്റെ ആളുകളെല്ലാം കൊല്ലപ്പെട്ടിരിക്കുന്നു. അവരെ കൂട്ടമായിട്ട് മണ്ണ് മാന്തി കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലത്താണ് താൻ ഇപ്പോഴും നിൽക്കുന്നത്. അയാളുടെ ഹൃദയം അതിവേഗത്തിൽ ഇടിക്കുവാൻ തുടങ്ങി. തനിക്ക് ശ്വാസം മുട്ടുന്നതായിട്ട് ക്യാരിക്ക് തോന്നി. എത്രയും വേഗം ഗുഹയിലേക്ക് തന്നെ മടങ്ങണം. ബോട്ടിൽ എന്തൊക്കെയോ പഴങ്ങൾ ഇരിക്കുന്നത് കണ്ടിട്ട് ക്യാരി ഓടിച്ചെന്ന് അത് കൈക്കലാക്കിയിട്ട് അതിവേഗതയിൽ വന്ന വഴിയെ തന്നെ തന്റെ ഒളിസ്ഥലത്തിലേക്ക് മടങ്ങി. തനിക്കിവിടെ എത്ര നാൾ ഒളിച്ചിരിക്കുവാൻ സാധിക്കുമെന്നായിരുന്നു അയാളുടെ ചിന്ത. ഗ്രാമത്തിലേക്ക് നടന്നു ചെന്നിട്ട് സ്വയം പിടികൊടുത്താലോ എന്നുവരെ അയാൾ ചിന്തിച്ചു തുടങ്ങി. ക്യാരിയുടെ ഹൃദയഭാരം അത്രയ്ക്കും വലുതായിരുന്നു. അങ്ങനെ 3-ാം ദിവസമായി. വിശപ്പ് കാരണം ക്യാരി ആകെ അവശനാണ്. വേച്ചാണ് അയാൾ ഗുഹയുടെ പുറത്തേക്ക് വന്നത്. ഒന്ന് ബീച്ച് വരെയും പോയി കുളിച്ചാൽ താൻ ശരിയാവുമെന്ന് അയാൾക്ക് തോന്നി. അങ്ങനെ ഒരു വിധത്തിൽ സമയമെടുത്ത് ബീച്ചിൽ എത്തിച്ചേർന്ന ക്യാരിക്ക് പക്ഷേ കുളിക്കുവാൻ സാധിച്ചില്ല. തീരത്തുള്ള പവിഴപ്പൂറ്റിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്ന കുറച്ച് സ്ത്രീകൾ ക്യാരിയെ കാണുകയും ഭയന്നുപോയ അവർ ഗ്രാമത്തിലേക്ക് ഓടിപ്പോവുകയും ചെയ്തു. അവർ ആളുകളെയും കൂട്ടി തിരികെ വരുമോ എന്ന ഭയത്താൽ ക്യാരി തന്റെ ഗുഹയിലേക്ക് മടങ്ങുകയും ചെയ്തു. എന്നാൽ അയാൾ ഗുഹയിൽ കയറി അധികം വൈകാതെ തന്നെ പുറത്ത് ആളുകളുടെ സംസാരം കേട്ടു തുടങ്ങി. 2 പേര് ക്യാരിയെ തിരക്കി പാറയുടെ അരികിൽ വരെയും എത്തിയിട്ടുണ്ട്. ഏത് നിമിഷവും താൻ പിടികൂടപ്പെടുമെന്ന് ക്യാരിക്ക് തോന്നി. ഉള്ളിലെ ഭയം സഹിക്കാൻ വയ്യാതെ പുറത്തിറങ്ങി സ്വയം പിടികൊടുക്കാമെന്ന് അയാളുടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. ഗുഹയ്ക്കുള്ളിൽ ഇരുന്നു കൊണ്ട് പുറത്തേക്ക് നോക്കിയ ക്യാരിക്ക് ആ പാറയുടെ നേർക്ക് നടന്നു വന്നുകൊണ്ടിരുന്ന 2 പേരെ വ്യക്തമായിട്ട് തന്നെ കാണാമായിരുന്നു. ഒരാളുടെ കയ്യിൽ കോടാലിയും മറ്റേയാളുടെ കയ്യിൽ കത്തിയുമാണ് ഉള്ളത്. വിറയ്ക്കുന്ന കാലുകളോടെ ക്യാരി പുറത്തേക്കിറങ്ങി. ശേഷം അവർ നടന്നു വരുന്ന വഴിയിൽ അയാൾ നിലത്തേക്ക് കുത്തിയിരുന്നു. എന്തും വരട്ടെ എന്ന ഭാവമായിരുന്നു ക്യാരിക്ക് ആ സമയം ഉണ്ടായിരുന്നത്. ഒരു കോടാലി തന്റെ പിടലിയിൽ പതിക്കുന്ന സമയത്തിനായി അയാൾ കാത്തിരുന്നു. കോടാലി ഉയരുന്നത് കാണുവാൻ ശേഷിയില്ലാത്ത ക്യാരി കുനിഞ്ഞാണ് നിലത്തിരുന്നത്. അവർ 2 പേരും അടുത്തടുത്ത് വരുന്നത് അയാൾക്ക് കേൾക്കാമായിരുന്നു. ആ സെക്കൻഡുകൾക്ക് മണിക്കൂറുകളുടെ ദൈർഘ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അവർ 2 പേരും ക്യാരിയുടെ തൊട്ട് മുന്നിൽ വന്ന് നിലയുറപ്പിച്ചു. അവരുടെ കാലുകളിലേക്ക് നോക്കി ക്യാരി തയ്യാറായിട്ടിരുന്നു. എന്നാൽ അവരൊന്നും ചെയ്യുന്നില്ല എന്ന് കണ്ടതോടെ അയാൾ തല ഉയർത്തി അവരെ നോക്കി. പ്രായമുള്ള ഒരാളും ഒരു ചെറുപ്പക്കാരനുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇതിൽ പ്രായമുള്ള ആള് ദ്വീപിലെ ഗ്രാമത്തിൽ തന്നെയുള്ള ആളാണ്. ക്യാരി മുമ്പ് വളരെ സ്നേഹത്തോടെ ഇടപെട്ടിരുന്ന ഒരാളായിരുന്നു അത്. അയാൾ ക്യാരിയോട് എഴുന്നേറ്റ് തങ്ങളുടെ കൂട്ടത്തിൽ ആ ഗ്രാമത്തിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് ആംഗ്യം കാണിച്ചു. ക്യാരി ഒരു ആട്ടിൻകുട്ടിയെപ്പോലെ അവർ പറഞ്ഞത് കേട്ടിട്ട് അവരുടെ പുറകെ യാന്ത്രികമായിട്ട് നടന്നു. കുറച്ച് ചുവടുകൾ വെച്ചപ്പോൾ തനിക്ക് വിശപ്പ് കാരണം നടക്കാനാവുന്നില്ല എന്ന് ക്യാരി പ്രായമുള്ള ആളോട് ആംഗ്യം കാണിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരൊരു തെങ്ങിൻ്റെ ചൂട്ടിലെത്തുകയും കൂട്ടത്തിലെ ചെറുപ്പക്കാരൻ അതിൽ നിന്നും ഒരു തേങ്ങ വെട്ടിയെടുത്തിട്ട് ക്യാരിക്ക് കുടിക്കുകയും ചെയ്തു. അമൃത് കഴിക്കുന്നത് പോലെയാണ് ക്യാരി അത് കുടിക്കുകയും കഴിക്കുകയും ചെയ്തത്. ശേഷം അവർ നടന്ന് ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. അവിടെ നാവികർ താമസിച്ചിരുന്ന ആ കുടിൽ ആകെ തകർക്കപ്പെട്ട നിലയിലാണ് ഉണ്ടായിരുന്നത്. പ്രായമുള്ള ആള് ക്യാരിയെ തൻ്റെ കുടിലിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ അയാളുടെ ഭാര്യ ക്യാരിക്ക് വയറ് നിറയെ മീനും മറ്റ് സാധനങ്ങളും കഴിക്കുവാനായിട്ട് കൊടുത്തു. ഇരുട്ടിയ ശേഷം ഗ്രാമത്തിൽ നിന്നും കുറച്ച് മാറിയിട്ട് കാടിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു കുടിലിലേക്കാണ് ക്യാരിയെ പിന്നീട് അയാൾ കൊണ്ടുപോയത്. അന്നത്തെ രാത്രി അവരവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ തന്നെ പ്രായമുള്ള ആള് ക്യാരിയെയും കൂട്ടി ഗ്രാമത്തിലെ തൻ്റെ കുടിലിലേക്ക് മടങ്ങുകയും അയാളുടെ ഭാര്യ ഉണ്ടാക്കിയ പ്രഭാത ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഓനോ ദ്വീപിൽ 20ഓളം ആളുകൾ ആ കുടിലിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവർ ക്യാരിയെ വളയുകയും ചോദ്യം ചെയ്യുവാനായിട്ട് തുടങ്ങുകയും ചെയ്തു. ഇപ്പോഴും പൂർണ്ണമായിട്ട് മുങ്ങിയിട്ടില്ലാത്ത കപ്പലിൽ ഇനിയും ആയുധങ്ങൾ ബാക്കിയുണ്ടോ എന്നായിരുന്നു അവർക്ക് അറിയേണ്ടിരുന്നത്. തൽക്കാലം അവരുടെ ശ്രദ്ധ മാറ്റുവാൻ വേണ്ടിയിട്ട് കപ്പലിൽ കോടാലിയും മറ്റും ഇനിയും ബാക്കിയുണ്ട് എന്ന് ക്യാരി ആംഗ്യ ഭാഷയിൽ അവരോട് പറഞ്ഞു. അത് കേട്ടതോടെ അവർ ക്യാരിയെ പ്രായമുള്ള ആളുടെ ഭാര്യയെ ഏൽപ്പിച്ച ശേഷം തോണികളിൽ കപ്പൽ ലക്ഷ്യമാക്കി നീങ്ങി. അവരങ്ങനെ പോയ ശേഷം അധികം വൈകാതെ മറ്റൊരു കൂട്ടം ആളുകൾ അവിടെ എത്തിച്ചേർന്നു. അവരും ഈ ഓനോ ദ്വീപിലെ കിരാതന്മാർ തന്നെയായിരുന്നു. പുറത്ത് അവരുടെ ശബ്ദം കേട്ടതോടെ ക്യാരിക്ക് ഭക്ഷണം നൽകിയിരുന്ന സ്ത്രീയെ അവനോട് തൻ്റെ പുറകിൽ തന്നെ നിൽക്കുവാനായിട്ട് ആംഗ്യം കാണിച്ചു. അവർ കുടിലിൻ്റെ ഉള്ളിൽ കിടക്കുകയും ആ സ്ത്രീയോട് എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. ശേഷം അവർ മടങ്ങി. എന്നാൽ ക്യാരിക്ക് ആശ്വസിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഉച്ച കഴിഞ്ഞിട്ട് കപ്പലിലെ ആയുധം തിരക്കാനായിട്ട് പോയവർ മടങ്ങി വരികയും ഗ്രാമത്തിൽ അവരെല്ലാം വട്ടം കൂടിയിരുന്ന് ഒരു സമ്മേളനം ആരംഭിക്കുകയും ചെയ്തു. ശേഷം അവർ കൂട്ടത്തിൽ ഒരാളെ ക്യാരിയെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുടിലിലേക്ക് പറഞ്ഞയച്ചു. അയാൾ കുടിലെത്തിയിട്ട് ക്യാരിയോട് അയാളെ അനുഗമിക്കുവാനായിട്ട് ആംഗ്യം കാണിച്ചു. തന്നെ പരസ്യമായിട്ട് കൊല്ലുവാൻ പോവുകയാണെന്ന് ധരിച്ച ക്യാരി
പക്ഷെ അയാളുടെ കൂടെ പോകുവാനായിട്ട് പുറത്തിറങ്ങുവാനായിട്ട് കൂട്ടാക്കിയില്ല. അതോടുകൂടി അയാൾ ബലം പ്രയോഗിച്ച് ക്യാരിയെ പുറത്തിറക്കി തള്ളിക്കൊണ്ട് ആളുകൾ വട്ടം കൂടിയിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. സമ്മേളന സ്ഥലത്ത് എത്തിയതോടെ ക്യാരിയുടെ സമനില തെറ്റി. വട്ടം കൂടി നിലത്ത് കുത്തിയിരിക്കുന്ന ഓനോ ദ്വീപുകാരെ കണ്ടതോടെ തൻ്റെ ബോധം മറയുമോ എന്ന് പോലും ക്യാരിക്ക് തോന്നി തുടങ്ങി. അവർ ക്യാരിയെ ഒത്ത നടുക്കാണ് ഇരുത്തിയത്. ക്യാരിയെ ഗുഹയിൽ നിന്നും കൊണ്ടുവന്ന പ്രായമുള്ള മനുഷ്യൻ കുറച്ച് മാറിയിട്ട് ഒരിടത്തിരുന്നുകൊണ്ട് എന്തൊക്കെയോ ജോലികൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ നടക്കുന്നതൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്ന മട്ടിലാണ് അയാൾ ഇരുന്നിരുന്നത്. ഇതിനിടെ ചുറ്റിനും കൂടിയിരുന്നവർ ക്യാരിയോട് എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ക്യാരിക്ക് അതൊന്നും പിടികിട്ടിയില്ല. ശേഷം അവർ തിരിഞ്ഞ് പ്രായമുള്ള ആളോടും എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിച്ചു. അയാളാവട്ടെ മുഖത്ത് പ്രത്യേകിച്ചൊരു ഭാവവും കാണിക്കാതെയാണ് മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നത്. ഇതിനിടെ അയാൾ തൻ്റെ ജോലിയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏതാണ്ട് 1 മണിക്കൂറാണ് കടന്നുപോയത്. ഒടുക്കം അവരെല്ലാം എഴുന്നേറ്റതോടെ തൻ്റെ അവസാനം അടുത്തു എന്ന് തന്നെ ക്യാരി കരുതി. അവർ ക്യാരിയുടെ അരികിൽ വരികയും ഉച്ചത്തിൽ എന്തൊക്കെയോ പറയുകയും അട്ടഹസിക്കുകയും ചെയ്തു. ചിലർ അവനെ ഇപ്പോൾ തല്ലിക്കൊല്ലുമെന്ന മട്ടിൽ ഗതയുമായിട്ട് അരികിലേക്ക് വന്നെങ്കിലും ആരും അവന് ഒന്നും ചെയ്തില്ല. അങ്ങനെ കുറേ നേരം ഒച്ചയും ബഹളവുമെല്ലാം ഉണ്ടാക്കിയ ശേഷം അവർ ബീച്ചിലേക്ക് പോവുകയും തങ്ങളുടെ വഞ്ചികളിൽ കയറിയിട്ട് മടങ്ങുകയും ചെയ്തു. ഇതൊക്കെ കണ്ടിട്ട് ഒന്നും മനസ്സിലാവാതെ ഞെട്ടിത്തരിച്ചിരുന്ന ക്യാരിയുടെ അരികിലേക്ക് അവനെ ഗുഹയിൽ നിന്നും കൊണ്ടുവന്ന പ്രായമുള്ള ആ മനുഷ്യൻ തൻ്റെ ജോലികളൊക്കെ നിർത്തിയ ശേഷം നടന്നു വന്നു. അയാൾ എന്തൊക്കെയോ അവനോട് പറഞ്ഞു. അയാൾ അന്ന് അപ്പോൾ പറഞ്ഞതൊക്കെയും വില്യം ക്യാരിക്ക് പിന്നീടാണ് മനസ്സിലായത്. അയാൾ പറഞ്ഞത് ഇതാണ്: ഇനി മുതൽ ആരും നിന്നെ ഒന്നും ചെയ്യില്ല. കാരണം ഇന്നു മുതൽ ഞാൻ നിന്നെ എൻ്റെ മകനായിട്ട് ദത്തെടുത്തിരിക്കുകയാണ്. നിനക്കിനി മരിക്കുവോളം ഇവിടെ ഒരു കുഴപ്പവും കൂടാതെ കഴിയാം. അങ്ങനെ മരണത്തെ മുഖാമുഖം കണ്ട വില്യം ക്യാരി ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. തൻ്റെ നാട്ടിൽ നിന്നും മൈലുകൾ അകലെ ഭൂമിയുടെ മറുവശത്ത് മറ്റൊരു ലോകത്ത് ക്യാരിയുടെ സാഹസിക നിറഞ്ഞ ജീവിതം അടുത്ത വീഡിയോയിൽ തുടരും. പിന്നെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രവാസികൾ നിർബന്ധമായിട്ടും നാട്ടിൽ നിന്ന് ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെക്കുക. വിവിധ കമ്പനികളെ താരതമ്യം ചെയ്ത് NRIസിന് ടേം ഇൻഷുറൻസ് എടുക്കുവാൻ വേണ്ട ലിങ്ക് കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലും മതി.